വരട്ടി ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഒരു മെഴുക്ക് വരട്ടിയാണിത്. പാവയ്ക്കൊക്കെ മെഴുക്ക് വരട്ടുമ്പോൾ ഒരുപാട് കയ്പ്പാണ്. അപ്പോൾ പാവയ്ക്കയുടെ കയ്പ്പ് എങ്ങനെ മാറുമെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മെഴുക്ക് വരട്ടുമ്പോൾ ഇപ്പം പാവയ്ക്കയുടെ ഒരു മെഴുക്ക് വരട്ടി ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെങ്ങനെ കയ്പ്പില്ലാതെ മെഴുക്ക് വരട്ടാന്നൊക്കെ. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പാവയ്ക്കയും കോവയ്ക്കയും രണ്ടും കൂടെ ചേർത്തൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കുവാണ്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ പാവയ്ക്കൊക്കെ കുറച്ച് കയ്പ്പ് കുറഞ്ഞ് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം ഞാനതിന് ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കണം. അപ്പോൾ ഈ പാൻ ചൂടായിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ്. ആ എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ, എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ സവോള ഞാനൊരു അരമുറി എടുത്തതാണ്, കുറച്ച് മതി. അരമുറി സവോള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ കനം കുറച്ച് വേണം സവോള അരിയാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവോള ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് വാടണം. അപ്പോൾ ഒരുപാട് സവോള അങ്ങ് വാടണ്ട, കുറച്ചൊന്ന് വാടിയാൽ മതി. അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി, അല്ലാതെ ഒരുപാട് ബ്രൗൺ കളർ ആക്കണ്ട. ഇപ്പോൾ സവോള ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാവയ്ക്ക ആദ്യം ചേർക്കണം. പാവയ്ക്ക ഞാനിപ്പോൾ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ പാവയ്ക്ക അരിയുമ്പോൾ വളരെ തിന്നായിട്ട് അരിയണം, ഒരുപാട് കനം കൂടി പോകരുത്. കനം കുറച്ച് അരിയുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാവയ്ക്കയും കോവയ്ക്കയും രണ്ടും ഏകദേശം ഒരേ വേവ് തന്നെയാണ്. പക്ഷെ എന്നാലും പാവയ്ക്ക് നമ്മൾ ആദ്യം ചേർത്ത് അതൊന്ന് ചെറുതായി ഒന്ന് വാട്ടിയ ശേഷം മാത്രം കോവയ്ക്ക ചേർത്താൽ മതി. രണ്ടും ഞാനിപ്പോൾ ഒരേ ക്വാണ്ടിറ്റി തന്നെയാണ് എടുത്തേക്കുന്നത്. പാവയ്ക്ക എടുത്ത അത്രയും തന്നെയാണ് കോവയ്ക്കയും അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇപ്പോൾ കോവയ്ക്ക ഇതുപോലെ തന്നെ ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ചാണ് അരിഞ്ഞേക്കുന്നത്. അപ്പോൾ അതുപോലെ അരിയാൻ നോക്കുക. അപ്പോൾ അതുപോലെ ഇതുപോലെ അരിയുവാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് വേകുകയും ചെയ്യും, നമുക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും, കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഉള്ളിയായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ പാവയ്ക്ക് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. പാവയ്ക്ക് ചെറുതായി വാടുമ്പോൾ തന്നെ നമുക്ക് കോവയ്ക്ക് ചേർക്കാം. ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോവയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് വേകാനായിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ആ ആവിയിൽ തന്നെ അത് വേകണം. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവൊക്കെ ഇഷ്ടമുള്ളവർ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. അല്ലെങ്കിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. അപ്പം ഞാനിതിൽ കുറച്ച് കുരുമുളക് ചേർക്കുകയാണ്. ഇപ്പം എരിവ് ഇഷ്ടമില്ലാത്തവർ ഇത് ചേർക്കണ്ട. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ചെറിയ തീയിൽ അടച്ചു വെച്ച് തന്നെ വേവിക്കാം. അപ്പോൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് അടിക്ക് പിടിച്ചു പോവും, അത് വേഗത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ തീയിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ.
അപ്പോൾ ഈ ആവിയിൽ തന്നെ ഇത് വെന്തോളും. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ അടച്ചു വെച്ചിട്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഞാനൊരു പ്രാവശ്യം തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആവിയിൽ കോവയ്ക്കയും പാവയ്ക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് പാവയ്ക്കയൊക്കെ കുറച്ചുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണമെങ്കിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം കുറച്ച് ഒരുപാടൊന്നും വേവിക്കേണ്ട. ഒരുപാട് വേവിച്ചാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ എടുക്കാം. അതിൽ തന്നെ നമുക്ക് ഇതുപോലെ മെഴുക്കുവരട്ടി ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.